ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതിന് റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾ നാട്ടിലൊന്ന് പോയി. ഒരു മാസം 40 ദിവസത്തോളം പോയി വരേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചാനലുകൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതേപോലെ തന്നെ കുറെ ആളുകൾ പറയുണ്ടായി അവരെ കയ്യിലൊന്നും എന്തില്ല, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. എല്ലാവരും പുതിയ ചാനലുകളാണ്, ക്രിയേറ്റേഴ്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങുന്ന ആളുകൾക്ക് ഉപകാരമാണ്. ഇനി അതല്ല, പ്ലേലിസ്റ്റ് ഇല്ലാത്ത പഴയ ചാനലുകൾ ഉണ്ടെങ്കിലും അവർക്കും ഈ വീഡിയോ ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡോട് കൂടിയിട്ട് തന്നെ പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് പ്ലേലിസ്റ്റ്? നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിന്റെ ആവശ്യകത എന്ത്? നോക്കൂ, ഇപ്പോ യൂട്യൂബ് തന്നെ പ്ലേലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, മാത്രമല്ല നമ്മുടെ ചാനലിൽ ആരെങ്കിലും കയറി വന്ന് നോക്കുന്ന സമയത്ത് പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് അറിയാമല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റൺ ആവുന്ന സംഭവമാണ് പ്ലേലിസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോകളിലേക്കും നമുക്ക് എന്ത് കിട്ടും? വ്യൂസ് കയറാനായിട്ട് അത് ഉപകാരമാവും. ഈ വ്യൂസ് ആണല്ലോ നമ്മുടെ യൂട്യൂബിന്റെ മെയിൻ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ആണ്. വ്യൂസ് ഉണ്ടെങ്കിലാണ് എന്തൊക്കെ ഉണ്ടാവുക? ലൈക്ക് കിട്ടും, നമുക്ക് സബ് കിട്ടും, വാച്ച് അവറും കിട്ടും. ഈ മൂന്നും അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചോളം. പിന്നെ കമന്റ് വാല്യുബിൾ ആണെങ്കിൽ പോലും അതെല്ലാവരും ഇട്ടുകൊള്ളുന്നില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലൈക്കും സബും. ഓക്കെ, അപ്പോ അതാണ് പ്ലേലിസ്റ്റിന്റെ ഉപകാരം. ഇനി എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക? നമ്മുടെ ചാനലില് ഓരോ കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറി അനുസരിച്ച് ഇപ്പോൾ ട്രാവലിംഗ് ബ്ലോഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ടാവാം, ഷോർട്സ് ഉണ്ടാവാം, എന്റർടൈൻമെന്റ് വീഡിയോസ് ഉണ്ടാവാം. അപ്പോൾ ഓരോ ടൈറ്റിൽ കൊടുത്തിട്ട് അതാത് വീഡിയോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാത് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റുകളിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോ റെക്കോർഡിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ഓപ്പൺ ആക്കാം. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് എന്നുള്ള ഒരു ചിഹ്നം കാണാൻ നിങ്ങൾക്ക്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ബെറ്റർ ഓപ്ഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമ്മുടെ വീഡിയോസുകളൊക്കെ കാണാം. ഏറ്റവും മുകളിൽ ബ്ലൂ ലെറ്ററിൽ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഈ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് അവിടെ കാണിക്കും, ടൈറ്റിൽ കാണിക്കും, പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ ഒരു പൂട്ട് ഇട്ടിട്ടൊരു പ്രൈവറ്റ് എന്നും കാണിക്കും. അപ്പൊ നമ്മൾ ആ ടൈറ്റില് നമുക്ക് ഏതാണോ, ഷോർട്സ് ആണോ എന്ന് വെച്ചാൽ മൈ ഷോർട്സ് എന്നോ അല്ലെങ്കിൽ ഷോർട്സ് എന്നോ ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇനി എന്റർടൈൻമെന്റ് ആണെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് കൊടുക്കുക. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുക. ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവൽ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു പേരിടാം. ഞാൻ ഓർഗാനിക് എന്ന് പേരിട്ടു. ഓക്കെ, അല്ലെങ്കിൽ കുക്കിംഗ് എന്നിട്ടു. ഓക്കെ, ഞാൻ കുക്കിംഗ് എന്നിട്ടു. കുക്കിംഗ് ഒരു പേരിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പ്രൈവറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. പ്രൈവറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പബ്ലിക് എന്നുള്ള കാണാം. ആ പബ്ലിക് ക്ലിക്ക് ചെയ്യുക. പബ്ലിക് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ക്രിയേറ്റ് ക്യാൻസൽ ക്രിയേറ്റ്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് അവിടെ ഇതേമാതിരി ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ അടിയിൽ തന്നെ അവിടെ നമ്മുടെ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാണോ, അപ്പൊ കുക്കിംഗ് ആണ്, അപ്പൊ എന്ത് ചെയ്യാം? കുക്കിംഗ് വീഡിയോസ് കംപ്ലീറ്റ് അതിലേക്ക് സേവ് ചെയ്തിരിക്കുക. ഷോർട്സ് ആണെങ്കിലും ആ 3 ഡോട്ട് കണ്ടാം, റൈറ്റ് സൈഡിൽ 3 ഡോട്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും നമുക്ക്, സേവ് ടു പ്ലേലിസ്റ്റ്, ഷെയർ വീഡിയോ, എഡിറ്റ് ഓപ്ഷൻ, അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ സേവ് ടു പ്ലേലിസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ഏതാണോ, ടൈറ്റിൽ ഏതാണോ അത് അവിടെ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന്റെ അടിയിൽ ടിക്ക് ഇട്ടിട്ട് ഡൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഡണ്ണ് അടിച്ചു കൊടുക്കുക.
ഇത്രയാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ കാറ്റഗറി വീഡിയോസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതായത് കാറ്റഗറിയിലുള്ള പ്ലേലിസ്റ്റിലേക്ക് ഇതേമാതിരി ഇങ്ങനെ സേവ് ചെയ്യുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ടു പ്ലേലിസ്റ്റ്. ഏതാണ് പ്ലേലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഡൺ അടിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്സിന്റെ ആണെങ്കിൽ ഇതേമാതിരി തന്നെ ഷോർട്സ് വീഡിയോസ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഷോർട്സ് എങ്ങനെയൊക്കെ നമ്മൾ പ്ലേലിസ്റ്റിലേക്ക് കയറ്റുക? ആ വീഡിയോസ് അതിന്റെ അപ്പുറത്ത് തന്നെ ഷോർട്സ് ഉണ്ടാവും. ഷോർട്സ് ക്ലിക്ക് ചെയ്യുക. ഈ ഷോർട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്, ആ ഡോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താ സേവ് ടു പ്ലേലിസ്റ്റിൽ നിന്ന് ആ ഷോർട്സിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള അതിലേക്ക് ടിക്ക് ചെയ്യുക, അതിങ്ങനെ കയറ്റി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെ ചാനലിലും എന്ത് ഉണ്ടായിരിക്കണം? നിർബന്ധമാണ് പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പ്ലേലിസ്റ്റ് നമുക്ക് എക്സ്ട്രാ വ്യൂസ് കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല യൂട്യൂബ് ഇപ്പോൾ പ്ലേലിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊരു സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് മറ്റ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യൂസ് എങ്ങനെയാണ് കയറ്റുക, ടാഗ് എങ്ങനെയാണ് കൊടുക്കുക, അതേമാതിരി ഹാഷ് ടാഗ് എങ്ങനെയാണ് കൊടുക്കുക, എവിടെയാണ് കൊടുക്കുക, പിന്നെ അലോ എംബഡി അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചിട്ട് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ നമ്മുടെ ചാനലിലൊക്കെ വളരട്ടെ, നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ, നല്ല ഏർണിങ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഷമീർ തൃശ്ശൂർ.